ബിജു രമേശിന് പിന്നാലെ ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ സ്വാമി സൂക്ഷ്മാനന്ദയ്ക്കും പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലുമായി എഴുത്തുകാരനായ തെക്കുംഭാഗം മോഹനൻ രംഗത്ത്. ശാശ്വതീകാനന്ദയുടേത് കൊലപാതകമാണെന്നും വെള്ളാപ്പള്ളി നടേശന് പുറമെ സ്വാമി സൂക്ഷ്മാനന്ദയും ശാശ്വതീകാനന്ദയുടെ മരണത്തിൽ പങ്കാളിയാണെന്നും തെക്കുംഭാഗം മോഹനൻ പറഞ്ഞു. സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം പ്രഹസനം മാത്രമായിരുന്നെന്നും അതിന് താൻ ഉൾപ്പെടെ നിരവധി പേർ സാക്ഷികളായിരുന്നെന്നും തെക്കുംഭാഗം മോഹനൻ റിപ്പോർട്ടറോട് പറഞ്ഞു. ശാശ്വതീകാനന്ദയും സൂക്ഷ്മാനന്ദയും തമ്മിൽ നേരത്തെ തന്നെ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട അധികാര തർക്കം നിലനിന്നിരുന്നു. സംഭവ ദിവസം ആലുവ ആശ്രമത്തിലെത്തിയ ശാശ്വതീകാനന്ദ സ്വാമിക്ക് സൂക്ഷ്മാനന്ദ സ്വാമിയുടെ നിർദ്ദേശപ്രകാരമാണ് ആശ്രമത്തിലെ സെക്രട്ടറിയായിരുന്ന സ്വാമി പാൽ നൽകിയത്. തൃണരത്നാനന്ദ എന്ന് പറഞ്ഞ ഒരു സന്യാസിയാണ് അടുത്ത ആശ്രമത്തിൻ്റെ സെക്രട്ടറിയാണെന്ന്. ആ സന്യാസിയാണ് ഇവൻ സ്വാമിക്ക് പാല് കൊണ്ട് കൊടുത്തത്. ആ പാല് കുടിച്ചതിന് ശേഷമാണ് കുളിക്കാൻ പോയി ആറ്റിൽ മുങ്ങിയത്. പിന്നെ പൊങ്ങിയിട്ടില്ല സ്വാമി. മുങ്ങി മരിച്ചെന്ന് വരുത്തി തീർക്കാൻ പാലിൽ വിഷം കലർത്തി നൽകിയാകും ശാശ്വതീകാനന്ദയെ വകവരുത്തിയത്. പക്ഷേ എൻ്റെ ബലമായ സംശയം സ്വാമിക്ക് കൊടുത്ത പാലിനകത്ത് വിഷമാണ്. ആ വിഷം കഴിച്ചിട്ടാണ് സ്വാമി അതറിഞ്ഞില്ല. കാരണം ഒരു സന്യാസിയാണ് കൊണ്ട് കൊടുത്ത്. അപ്പം അങ്ങനെയാണ്. പിന്നീട് ആ സാഹചര്യങ്ങളെല്ലാം കൂടി ഒത്തുവെച്ച് നോക്കുമ്പോഴാണ് ഇത് കൊലപാതകത്തിന് വേണ്ടി ചെയ്ത ഗൂഢാലോചനയാണെന്ന് മനസ്സിലാകുന്നത്. മരണശേഷം നടന്ന പോസ്റ്റ്മോർട്ടം പ്രഹസനമായിരുന്നു. മരിച്ചുപോയ സംവിധായകൻ ലോഹിതദാസും ഭാര്യയുമടക്കം അതിന് സാക്ഷികളാണ്. ഞാനും ഈ മരിച്ചുപോയ ലോഹിതദാസും അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഭാര്യ സിന്ധുവും സാക്ഷിയാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന്. ഒരു ഉപായത്തിൽ ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുകയായത്. ശാശ്വതീകാനന്ദയെ വകവരുത്താനുള്ള ഗൂഢാലോചനയിൽ സൂക്ഷ്മാനന്ദയെ കൂടാതെ വെള്ളാപ്പള്ളിക്കും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കും പങ്കുണ്ടെന്നും തെക്കുംഭാഗം മോഹനൻ പറഞ്ഞു. അന്ന് SNDP യോഗത്തിൻ്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ ഒന്നുമല്ല തുഷാർ. SNDP യോഗത്തിലേ ഇല്ല തുഷാർ. പക്ഷേ അന്നേ ദിവസം ആലുവയിലുണ്ടായിരുന്നു. അയാൾ ഇപ്പോൾ പറയുന്നത് അത് ഒരു പുസ്തകക്കടയില്ല, അയാൾക്ക് ഒരു കാരണവശാലും വരത്തില്ല. അയാൾ വന്നത് ഈ കൊലപാതകത്തിൻ്റെ ആസൂത്രണത്തിന് വേണ്ടിയാണ്. ശാശ്വതീകാനന്ദയുടെ മരണസമയത്ത് ക്രൈം വാരികയിൽ ഇക്കാര്യങ്ങൾ തെക്കുംഭാഗം മോഹനൻ എഴുതിയിരുന്നു. C. അച്യുതമേനോന്റെ ജീവചരിത്രമടക്കം നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് തെക്കുംഭാഗം മോഹനൻ. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.